Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG സ്റ്റുഡൻസിന്റെ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 2 എക്സാംസ് പോസ്റ്റ്പോൺ ചെയ്തു. അതിനുശേഷം നാളെ മുതലാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെയുണ്ട്, മറ്റന്നാളും ഉണ്ട് എക്സാം. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ആദ്യത്തെ എക്സാം ഇപ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അതിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട്, മാർക്സ് ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നാളത്തെ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ വേണ്ടത് 2 കാര്യങ്ങളാണ്. നമ്പർ 1, ഹോൾ ടിക്കറ്റ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് വേണം. അതിൻ്റെ കൂടെ ID കാർഡും ഹോൾ ടിക്കറ്റും ആണ് നിങ്ങൾ നിർബന്ധമായും പിടിക്കേണ്ടത്. എല്ലാവരും ഹോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. സോ ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ID കാർഡും. ഇനി ID കാർഡ് ഇപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ നിങ്ങൾ അതിന് പകരം ആധാർ പിടിക്കുക. ഓക്കെ, സോ ആധാർ കാർഡ്. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമായും വേണം. ഹോൾ ടിക്കറ്റ് വേണം, അതുപോലെ തന്നെ ID കാർഡ്. അതല്ലെങ്കിൽ ആധാർ പിടിക്കുക. അത് ഇപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുട്ടികൾ ഇതൊന്നും ഇല്ലാണ്ട് പോരുത്. പിന്നെ ബേസിക് ആയിട്ട് എക്സാം ഹോളിലോട്ട് പോണ സമയത്ത് നിങ്ങൾക്ക് പെന്ന്, പെൻസില് അല്ലേ, ഇതൊക്കെ എന്തായാലും പിടിക്കുക. അപ്പോൾ എന്തിനാണ് പെൻസിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതിയതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കണം. നല്ല മാർക്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് ശീലങ്ങളാണ് ഇതൊക്കെ. ദെൻ അതിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ള മറ്റൊരു കാര്യം, നാളത്തെ എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ ഈ ഒരു എക്സാം വരുന്നത് 45 മാർക്സിൻ്റെ എക്സാമാണ്, യൂഷ്വൽ മാർക്സ് അല്ല. സോ അവിടെ 2 hours ആണ് വരുന്നത്. ദെൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് നിർബന്ധമായും എക്സാമുകളിലോട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക. കറക്റ്റ് ടൈമിൽ പിടിച്ച് പോരുത്. ഓക്കെ, അപ്പോൾ 10 o'clock എക്സാം വരുന്നത്. 9:30 അവിടെ എത്താൻ ശ്രമിക്കുക. ദെൻ 10 മണി മുതൽ 12 മണി വരെയാണ് എക്സാം വരുന്നത്. 2 hours മുഴുവൻ എക്സാമുകളിൽ നിർബന്ധമായും സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല സ്കോറിലോട്ട് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലാദ്യം കൂളാവുക എന്നുള്ളതാണ്. അതിനാണ് നേരത്തെ എത്തണം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോകുക. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും നോ പ്രോബ്ലം. ഡിഫിക്കൽട്ട് പേപ്പർ ആണെങ്കിൽ എല്ലാവർക്കും അതുപോലെ തന്നെയാണ് വരിക. പഠിച്ച കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ചാനലിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ മെജോറിറ്റി ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇവിടെ ഇംഗ്ലീഷ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 2 മണിക്കൂർ എക്സാമാണ്. അപ്പോൾ അതിൽ പാർട്ട് A എന്ന് പറയുമ്പോൾ അവിടെ 8 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ 5 ചോദ്യങ്ങൾക്കാണ് ആൻസർ കൊടുക്കേണ്ടത്. 1 into 5 വരുന്നു. ദെൻ രണ്ടാമത്തെ പാർട്ടിലോട്ട് പോണ സമയത്ത് 8 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം, 10 മാർക്ക് വരുന്നു. പിന്നെ മൂന്നാമത്തെ പാർട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ടോട്ടൽ 6 ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, 4 എണ്ണത്തിന് ആൻസർ നമ്മൾ കൊടുക്കണം, 20 മാർക്ക്. ദെൻ ലാസ്റ്റ് 4ാമത്തെ പാർട്ടിലോട്ട് വരുന്ന സമയത്ത് 2 ചോദ്യങ്ങൾ വരുന്നു. ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കുക, 10 മാർക്കാണ്, 10. അങ്ങനെ 10, 30, 40, 45 മാർക്സാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക. എല്ലാ ചോദ്യത്തിനും നിർബന്ധമായും ആൻസർ കൊടുക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. സ്കെയിൽ പെൻസിലൊക്കെ അതിനാണ് കൊണ്ടുപോകാൻ പറയുന്നത്. വരച്ച് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നിർബന്ധമായും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊരു എഡ്ജ് തന്നെയായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, മാൽ പ്രാക്ടീസസിനൊന്നും പോവാതിരിക്കുക. അറിയുന്നത് മാത്രം എഴുതി പോരാ.
വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒരുപാട് പേർക്ക് ഇതിനെക്കാട്ട് മുമ്പുള്ള ബാച്ചിലെ കുട്ടികൾക്ക് മാൽ പ്രാക്ടീസിന് പോയിട്ട് വിത്ത് ഹെൽഡ് റിസൾട്ടാണ് കിട്ടുന്നത്. സോ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, കുറച്ചറിയാനുള്ളെങ്കിൽ അറിയുന്നത് എഴുതി പോരാ, അതല്ലാണ്ട് വല്ലവൻ്റെ നോക്കി എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു ഇതിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രശ്നങ്ങൾ വരാം. നിങ്ങളപ്പോൾ തെറ്റായ മാർഗത്തിലോട്ട് ടേൺ ചെയ്ത് പോരുത്. ഓക്കെ, ആദ്യമായിട്ട് എഴുതുന്നതാണ് എക്സാം, ചുറ്റും പല കാര്യങ്ങളും കാണാം. അപ്പോൾ അങ്ങനെയുള്ള മോശം പ്രവണതയിലോട്ടൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ പോവുക, എക്സാം എഴുതി പോരാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമുകളിലോട്ട് പോകുമ്പോൾ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പാറ്റേൺ പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ വീഡിയോസ് നമ്മുടെ KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി ചാനലിൽ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ എക്സാമിന് ശേഷം കാണാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.